ക്യാമറ 1 and 2 get ready. ദൃശ്യം 3യുടെ ചിത്രീകരണം ആരംഭിക്കുന്നു. ദൃശ്യം അതിന്റെ മൂന്നാം ഭാഗം ഷൂട്ടിങ്ങിന് ഒരുങ്ങാൻ പോവുകയാണ്. മലയാളികൾ ഇത്രത്തോളം ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു സിനിമയും കാര്യങ്ങളും ഉണ്ടാവില്ല. ദൃശ്യം 1 ഉം 2 ഉം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 3ലേക്ക് എത്തുകയാണ്. നല്ല എന്താ പറയുക, പ്രഷറുണ്ട്, ടെൻഷനുണ്ട്. കാരണം ആൾക്കാർക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ. എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട. ആളുകൾ എൻ്റെ സിനിമ എങ്ങനെ സ്വീകരിക്കുമെന്നൊക്കെ. അമിത പ്രതീക്ഷയോടെ ഒന്നും വരാതിരിക്കുക. ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ആ കഥയാണ് ഞങ്ങൾ പറയുന്നത്. അത് എന്താണെന്ന് അറിയാൻ നിങ്ങൾ വരികയല്ലോ. വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ. അതായത് എനിക്ക് അതിനകത്ത് ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റാത്തത് ജിത്തു അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ശേഷമേ ഉത്തരം പറയാവൂ. ഒരു കാര്യത്തിൽ ഞാൻ കോൺഫിഡൻ്റാണ്, ഇതൊരു നല്ല സിനിമയാണ്. ആ കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ 2ൽ ഇത്രയും ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, ആ ട്വിസ്റ്റിന്റെ മുകളിലുള്ള ട്വിസ്റ്റ് അത്രയും ട്വിസ്റ്റ് വേണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ഇതുണ്ട്. അത് എനിക്കറിയില്ല. അങ്ങനത്തെ ഉഗ്രനൊരു ക്ലൈമാക്സ് ആയിട്ട് പറഞ്ഞു. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും, പേടിക്കണ്ട. അത് കാണാം.